നമസ്കാരം. നമ്മുടെ LGS വേണ്ടിയിട്ടുള്ള നമ്മുടെ PYQ സെഷനിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ കോഡ് 85/2024, അതായത് ആംബുലൻസ് അസിസ്റ്റന്റിന്റെ ഫൈനൽ എക്സാം ആൻസർ കീ വെച്ചുള്ള അതാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ആണ് WC ബാനർജി, അല്ലെ ഉമേഷ് ചന്ദ്ര ബാനർജി ആണ്. രണ്ടാമത്തെ ചോദ്യം: സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം എവിടെയാണ്? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം എവിടെയായിരുന്നു? ഓപ്ഷൻ സി ആണ് ധാക്കയിൽ, അല്ലെ ധാക്കയിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം: 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ബംഗാളിനെ 1905 രണ്ടായിട്ട് വിഭജിച്ച വൈസ്രോയി ഓപ്ഷൻ എ ആണ് കഴ്സൺ പ്രഭു ആണ്. ഓപ്ഷൻ എ കഴ്സൺ പ്രഭു ആണ്. നാലാമത്തെ ചോദ്യം: തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്? നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ INCയുടെ ക്ലാസ് നമ്മളെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫസ്റ്റത്തെ 4 ക്വസ്റ്റ്യനും ആ ക്ലാസ് കേട്ടാൽ കറക്റ്റ് കിട്ടും. നമ്മളിതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ലാൽ പാൽ ബാല ആയിരുന്നു, അല്ലെ. അതിൽ ആരൊക്കെ ഇതിലുള്ളത്? ബാലഗംഗാധര തിലകൻ ഉണ്ട്, അതേപോലെ ലാലാ ലജ്പതി റായി ഉണ്ട്, അല്ലെ. വേറെ ആരുമില്ല. അപ്പോൾ 1ഉം 3ഉമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് 1ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റോയ് ആണ്. ആറാമത്തെ ചോദ്യം: ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഏഴാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടനാ ദിവസമായിട്ട് ആചരിക്കുന്നതെന്ന ഓപ്ഷൻ ഡി ആണ് നവംബർ 26, അല്ലെ. ഓപ്ഷൻ ഡി നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് വേണ്ടത്. ഏതാ ഉൾപ്പെടാത്തത്? ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ്, അതുപോലെ മൗലിക അവകാശങ്ങളുണ്ട്, അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ട്. പ്രസിഡൻഷ്യൽ സമ്പ്രദായം അല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്. തെറ്റാണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നതിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ഇന്ത്യയിൽ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഒന്നില്ലാത്ത ഓപ്ഷൻസ് നമുക്ക് വെട്ടാം, അല്ലേ. ഇനി രണ്ടാമത്തത് ബ്രിട്ടനിൽ ഏതാ? ബ്രിട്ടനിൽ എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. നമ്മൾ പഠിക്കുന്നുണ്ട്. എഴുതപ്പെട്ടതിൽ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേതും ഏറ്റവും ചെറിയ ഭരണഘടനയാണ് ഇത് അമേരിക്കയുടേത്, അല്ലേ. അപ്പൊ നമുക്കറിയാം 1ഉം 4ഉമാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് 1ഉം 4ഉമാണ്. എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഏതൊക്കെ? ഇന്ത്യയും അമേരിക്കയും എന്ന കാര്യം ഓർത്തു വെക്കുക. എഴുതപ്പെടാത്തതിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ബ്രിട്ടനും ഇസ്രയേലും. ഇനി 10ാമത്തെ ചോദ്യം: തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഇവിടെയും പെടാത്തതാണ് വേണ്ടത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലിക അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശമുണ്ട്. ചൂഷണത്തിന് എതിരെയുള്ള അവകാശമുണ്ട്. PSCയുടെ സ്ഥിരം സാധനമാണ് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. എന്തല്ല? മൗലിക അവകാശമല്ല. 11ാമത്തെ ചോദ്യം: പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? K. കേളപ്പൻ, അല്ലെ. ഉപ്പ് സത്യാഗ്രഹത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയതാരാ? K. കേളപ്പനാണ്. 12ാമത്തെ ചോദ്യം: സമത്വ സാമൂഹ്യ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാ? സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാ? ഓപ്ഷൻ ഡി ആണ് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 13ാമത്തെ ചോദ്യം: മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചതാരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞതാരാ? ഓപ്ഷൻ എ ആണ് ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ എ ആണ് ശ്രീനാരായണ ഗുരുവാണ്. 14 പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാരാണ്? പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ ബി ആണ്, അല്ലെ. ചട്ടമ്പി സ്വാമികളാണ് ഇത് പ്രാചീന മലയാളം എന്ന കൃതി രചിക്കുന്നത്. 15ാമത്തെ ചോദ്യം: സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകർഷനായിക്കൊണ്ട് INA ചേർന്ന മലയാളി ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകർഷനായിക്കൊണ്ട് INA ചേർന്ന മലയാളിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ. ഓപ്ഷൻ ബി ആണ് വക്കം അബ്ദുൽ ഖാദർ ആണ്. 16ാമത്തെ ചോദ്യം:
മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനായിട്ടുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഇത്. ഓപ്ഷൻ സി ആണ് ഗഗൻയാൻ ആണ് അല്ലെ. ഓപ്ഷൻ സി ഗഗൻയാൻ ആണ്. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാ? സ്പെയിൻ ആണ്. ഒളിമ്പിക്സിലെ ഫുട്ബോൾ വിജയി ആരാന്ന് വെച്ചാൽ 2024 നടന്ന ഒളിമ്പിക്സിലെ ഫുട്ബോൾ വിജയി ആരാ? അതും സ്പെയിൻ ആണ്. അതേപോലെ യൂറോ കപ്പ് 2024 നടന്ന യൂറോ കപ്പിലെ വിജയി ആരാന്ന് വെച്ചാൽ ഫുട്ബോൾ കപ്പ് യൂറോ കപ്പ് ഫുട്ബോളിലെ വിജയ് അതും സ്പെയിൻ എന്ന കാര്യം ഓർത്തു വെക്കുക. 18ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? ഫോർവേഡ് ബ്ലോക്ക് ആണല്ലേ. ഫോർവേഡ് ബ്ലോക്ക് ആര പാർട്ടിയാ? സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. 19ാമത്തെ ചോദ്യം, മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മീഷൻ ആയിരുന്നു ഏത്? ഓപ്ഷൻ ബി ആണ്, വില്യം ലോഗൻ കമ്മീഷൻ ആണ്. 20 നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറി ആയിട്ട് നിയമിച്ച കേരളീയൻ ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറി ആയിട്ട് നിയമിച്ച കേരളീയൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, VP മേനോൻ ആണ്. 21 ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലക്കാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലക്കായിരുന്നു? കാർഷിക മേഖലക്കാണ്. രണ്ടാണെങ്കിലോ അത് വ്യവസായ മേഖലക്കാണ്. 3ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാ? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാ? ജവഹർലാൽ നെഹ്റു ആണല്ലോ. ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. 23ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആരാ? അതായത് നിലവിലെ RBI ഗവർണർ ആരാ? ശക്തികാന്ത ദാസ് ആണ് അല്ലെ. ശക്തികാന്ത ദാസ് ആണ്. 24ാമത്തെ ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? PS ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം നിലവിൽ ആരാ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്? വിജയഭാരതി സയാനി ആട്ടോ. വിജയഭാരതി സയാനി ഓർത്തു നോക്കുക. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ വിജയഭാരതി സയാനിയാണ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിനെ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? കഴിഞ്ഞ 2021 നടന്ന LGSന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? എവിടെയാ? കാരക്കോറമാണ്. ഓപ്ഷൻ ഡി കാരക്കോറമാണ്. 26 ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഏതാ? ഉപദ്വീപീയ പീഠഭൂമിയാണ്. 27 ചുവടെ ചേർത്തിട്ടുള്ള കാവേരി നദിയുടെ പോഷക നദി ഏതാ? തന്നിരിക്കുന്നതിൽ കാവേരി നദിയുടെ പോഷക നദി ഏതാ? കബനിയാണ് അല്ലെ. കബനി, ഭവാനി, പാമ്പാറൊക്കെ എന്താ? കബനി നദിയുടെ പോഷക നദികളാണ്. 28 ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാ? ഓപ്ഷൻ എ ആണ്, റാഡ്ക്ലിഫ് രേഖയാണ് അല്ലെ. റാഡ്ക്ലിഫ് രേഖയാണ്. 29 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാ? ഗുജറാത്ത് ആണ് അല്ലെ. ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ്. 30 തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. 31 കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ചോദിച്ചാൽ നമ്മുടെ ഏറ്റവും പുതിയ തുറമുഖമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം ആട്ടോ. വിഴിഞ്ഞം തുറമുഖമാണ്. 32 പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാ? ഓപ്ഷൻ എ ആണ്, ചാലക്കുടി പുഴയിലാണ്. 33 കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഏത്? പാമ്പാടും ചോല അല്ലെ. ഓപ്ഷൻ ബി പാമ്പാടും ചോലയാണ്. 34 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാ? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് MP രാജേഷ്. 35 കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ഓപ്ഷൻ സി ആണ്, ശാസ്താംകോട്ടയാണ്. 36 കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാ? കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് ഇത്? മംഗളവനമാണ്. ഓപ്ഷൻ എ മംഗളവനമാണ്. 37 കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. 38 ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്?
ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്, നെടുമ്പാശ്ശേരി കേട്ടോ, നെടുമ്പാശ്ശേരിയാണ്. 39 കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്ത പഞ്ചായത്ത് ഏതാ? വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് ഏതാ? മീനങ്ങാടി. ഏത് ജില്ലയിലാ? വയനാട് ജില്ലയിലാണ്. 40ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഏതാ? കേരളമാണ് അല്ലെ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിലെ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാ? കേരളമാണ്. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ശ്രീകുമാരൻ തമ്പിയാണ് അല്ലെ. ശ്രീകുമാരൻ തമ്പിയാണ്. ഓപ്ഷൻ എ ആണ്, ശ്രീകുമാരൻ തമ്പി. 42 ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്ന ഓപ്ഷൻ ഡി ആണ്, ജൂലൈ 14, 2023 2023 ജൂലൈ 14. 43ാമത്തെ ചോദ്യം, മെയ് 17 കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ട് ആചരിക്കുന്നത് വെച്ചാൽ ഏതാ? കുടുംബശ്രീ ആണല്ലേ. ഓപ്ഷൻ എ കുടുംബശ്രീയാണ്. മെയ് 17 എന്ത് ദിന? കുടുംബശ്രീ ദിനമാണ്. 44 യുനെസ്കോയുടെ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാ? യുനെസ്കോയുടെ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ കേരളത്തിൽ വന്ന നഗരമാണേത്? കോഴിക്കോട് എന്ന് പറയുന്നത്. 45 അമേരിക്കയിലെ മൈക്രോ ടെക്നോളജി താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? എവിടെയാ? ഗുജറാത്തിലാണ് അല്ലെ. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇത് ഗുജറാത്തിലാണ്. ഇനി 46ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ചാന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത്, വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവനാണ്. ഒന്നാമത്തെ പ്രസ്താവന തന്നെ തെറ്റാണ് അല്ലെ. നമുക്ക് ഒന്നുള്ളതൊക്കെ വെട്ടിയാലോ? എല്ലാം ശരിയെന്ന് പറയുമ്പോൾ ഒന്നുണ്ട്. ഓപ്ഷൻ സിയിൽ ഒന്നുണ്ട്, ഓപ്ഷൻ ബിയിൽ ഒന്നുണ്ട്. ബാക്കി വായിക്കേണ്ട ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഏതൊക്കെയാ ശരി? 2, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓർത്തു വെക്കുക. പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണ്. വിക്ഷേപണ വാഹനം LVM 3 ആണ്. അതുപോലെ വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. 47ാമത്തെ ചോദ്യം, 2016 ജൂൺ മാസത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? 2016 ജൂൺ മാസത്തിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയനാണല്ലോ. ഓപ്ഷൻ എ പിണറായി വിജയനാണ്. 48ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏതാണ്? തന്നിരിക്കുന്നതിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ്, എന്റെ വഴിത്തിരിവാണ്. ഓപ്ഷൻ എ ആണ്, എന്റെ വഴിത്തിരിവാണ്. 49 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളറാണ് ആര്? മുഹമ്മദ് സിറാജ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളറാണ് ആര്? മുഹമ്മദ് സിറാജ്. 50ാമത്തെ ചോദ്യം, 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആണ്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആണ്. 51ാമത്തെ ചോദ്യം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? ആഡം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ആഡം സ്മിത്ത്. 52ാമത്തെ ചോദ്യം, 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107 ആണ്. ശരിയാണ്. ഇന്നലെ PYക്ക് നോക്കിയ ആളുകൾക്ക് ഇന്ന് കിട്ടും. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതുണ്ടായിരുന്നു? ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നില്ലാത്തതൊക്കെ വെട്ടിക്കളയാലോ. ഓപ്ഷൻ ബിയിൽ ഒന്നില്ല, ഓപ്ഷൻ സിയിൽ ഒന്നില്ല. ഇനി ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്. ആണോ? ചൈനയിലായിരുന്നു ഏഷ്യൻ ഗെയിംസ് നടന്നത്. ശരിയാണ്. ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാ? ചൈനയിൽ തന്നെയാണ്. 3ാമത്തത്, പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. 53 നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? എവിടെ വെച്ചിട്ടാ? ഓപ്ഷൻ എ ആണ്, കരളിൽ വെച്ചിട്ടാണ് ഏത് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി 54 താഴെ തന്നിരിക്കുന്നതിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? തന്നിരിക്കുന്നതിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, ക്വാഷിയോർക്കർ. 55 ചുവടെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? പെരിയാർ നാഷണൽ പാർക്കാണോ? തെറ്റാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. പേപ്പാറ ആൻസർ കിട്ടില്ല. ഏതാ? സൈലന്റ് വാലിയാണ് ഇത് നമ്മുടെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്.
സൈലന്റ് വാലിയാണ്. 56ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരീനം തെങ്ങ് ഏതാണ്? ഏതാ തെങ്ങ്? ലക്ഷഗംഗയാണ്. ഓപ്ഷൻ സി ലക്ഷഗംഗയാണ്. തന്നിരിക്കുന്നതിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരന ഇനം തെങ്ങ് ഏതാണെന്ന് ചോദിച്ചാൽ ലക്ഷഗംഗയാണ്. 57 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാ? പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് അല്ലെ, പ്ലാസ്റ്റിക് മലിനീകരണമാണ്. 58ാമത്തെ ചോദ്യം, രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആശാധാര കേട്ടോ. ആശാധാരയാണ്. രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് ആശാധാര. 59ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ഏതായിരുന്നു? മില്ലറ്റ് ഇയർ ആയിരുന്നു അല്ലെ, ചെറുധാന്യ വർഷമായിരുന്നു ഇത് 2023. 60ാമത്തെ ചോദ്യം, വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഏതിനാ കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ സി ആണ് അല്ലെ, 5 അസിഡിറ്റി സ്വഭാവമുണ്ട്. 61ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്ന് തെറ്റായിട്ട് രേഖപ്പെടുത്തിയ ജോഡി ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. ഒന്നാമത്തത് എന്താ? അലൂമിനിയം ബോക്സൈറ്റ് ശരിയാണ്. ഇരുമ്പ് ക്രയോലൈറ്റ് തെറ്റാണ്. സിങ്ക് കലാമിൻ ശരിയാണ്. കോപ്പർ കുപ്രൈറ്റും ശരിയാണ്. തെറ്റായിട്ടുള്ളത് 2 മാത്രമാണ്. ഇനി 62ാമത്തെ ചോദ്യം, ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം ഏതാ? ഓപ്ഷൻ ഡി ആണ്. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 63, ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ ജോഡികൾ അല്ലെങ്കിൽ ശരിയായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായിരുന്നു? പെൻ RTC എന്ന് ഓർത്ത് വെച്ചാൽ മതി. പെൻ RTC, അതായത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ ആണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. ഇനി എഴുതി നോക്കിയ ആരൊക്കെയായിരുന്നു? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് നമ്മൾ ആരാ പറഞ്ഞു? തോംസൺ ആണ്. അപ്പോൾ ഇത് ശരിയാണ്. രണ്ടാമത്തെ പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാ പറഞ്ഞു? റൂദർഫോർഡ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ച ജെയിംസ് ചാഡ്വിക് ശരിയാണ്. ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരായിരുന്നു? റൂദർഫോർഡ്. അതും ശരി. അപ്പോൾ തെറ്റായിട്ടുള്ള ഏത് മാത്രമേ ഉള്ളൂ? 2 മാത്രമാണ്. ഓപ്ഷൻ ബി 2 മാത്രം. അപ്പോൾ ഓർത്ത് നോക്കുക, പെൻ RTC കേട്ടോ. ഓർത്ത് നോക്കാനുള്ള കോഡാണ്. ചിലർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും വെറുതെ അറിയാത്ത ആളുകൾക്കാണ്. പെൻ എന്ന് എഴുതാം, എന്നിട്ട് RTC എന്ന് എഴുതാം. പെന്ന് അതായത് പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്. റൂദർഫോർഡ്, തോംസൺ, ചാഡ്വിക്. ഓക്കെ അല്ലേ? ഇതാണ് അതിൻ്റെ ജോഡി എന്ന് പറയുന്നത്. ഇനി 64ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സമതല ദർപ്പണത്തെക്കുറിച്ച് ശരിയായത് ഏതൊക്കെയാണ്? 1, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ഓർത്തു നോക്കുക, സമതല ദർപ്പണത്തിലെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും എന്തായിരിക്കും? തുല്യമാണ്. ഒന്നില്ലാത്ത ഓപ്ഷൻസ് ഒക്കെ വെട്ടിക്കും. ഓപ്ഷൻ്റെ അബിയിൽ മാത്രം ഒന്നില്ലാത്തുള്ളൂ. രണ്ടാമത്തത്, വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും ഏതില്? പ്രതിബിംബത്തിനും. ശരിയാണ്. രണ്ടാമത്തത്, വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. തെറ്റാണ്. വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുകയില്ല. 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ എ ആണ്. 65, ഇന്ത്യയുടെ ആദ്യത്തെ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചതെന്നാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. എന്നായിരുന്നു ആദിത്യ L1 വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2-നാണ്. 66ാമത്തെ ചോദ്യം, 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ഏത് രാജ്യക്കാരനായിരുന്നു? നോർവേ സ്വദേശിയാണ് കേട്ടോ. നോർവേക്കാരനാണ്. 67, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാ? കരളിനാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. 68, മലമ്പനിക്ക് കാരണമായ രോഗകാരി ആരാ? റീസെന്റ് ആയിട്ട് നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുണ്ട്. മലമ്പനിക്ക് കാരണമായ രോഗകാരിയാര പ്ലാസ്മോഡിയം ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉള്ളത്. അതായത് മലമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. 69ാമത്തെ ചോദ്യം, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഏതൊക്കെയാണ്? ഒരു പ്രാഥമിക PHCയിൽ ലഭ്യമല്ലാത്ത
സേവനം ഏതാ? ഓപ്ഷൻ സി ആണ്. CT സ്കാൻ എന്തല്ല ലഭ്യമാവില്ല. 70ാമത്തെ ചോദ്യം, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് എന്ന ജൂൺ 7 അല്ലെ? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന ജൂൺ 7. 71 കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാ? തൃശൂർ ജില്ലയിലാണ്. ഓപ്ഷൻ എ തൃശൂർ ജില്ലയിലാണ്. 72 താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാ? ഇതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമാണ്. ഹൃദയാഘാതം ഏതാണ്? ജീവിതശൈലി രോഗമാണ്. അമിത രക്തസമ്മർദ്ദം ഏതാണ്? ജീവിതശൈലി രോഗമാണ്. രോഗമല്ലാത്തത് തൊണ്ടമുള്ളാണ് എന്ത്? ജീവിതശൈലി രോഗമല്ലാത്തത്. ഇനി യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് ഇത് സാർക്കോമ. നമ്മൾ എല്ലെന്തിന് ഉദാഹരണ? ഒരു യോജക കലക്ക് ഉദാഹരണമാണ്. അപ്പോൾ എല്ലിന് ബാധിക്കുന്ന ക്യാൻസർ ആണ് ഇത് സാർക്കോമ എന്ന് പറയുന്നത്. 74 സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത്? ഓപ്ഷൻ സി ആണ്. നിരാമയ കേട്ടോ, നിരാമയ. 75 കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്നാണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ ഡി ആണ്. 2008 ഇനി 76 ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിക് എന്നത് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാ? കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 77 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരളത്തിലെ സർക്കാരിന്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. കാസ്പ്, അതായത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 78ാമത്തെ ചോദ്യം, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങളെ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാ? ഓപ്ഷൻ സി ആണ്. സശ്രദ്ധമാണ്. ഓപ്ഷൻ സി ആണ്. സശ്രദ്ധമാണ്. ഇനി 79 ലോക ജന്തുരോഗ ദിനം എന്നാണ്? ലോക ജന്തുരോഗ ദിനം എന്ന ജൂലൈ 6 ജൂലൈ 6 80ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആൻസർ ഇല്ല. ആരാ? JP നദ്ദ JP നദ്ദയാണ് നിലവിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. അപ്പോൾ ഇതിൽ മാത്സിന്റെ ആൻസർ പറയേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ചെയ്ത് കാണിക്കൊന്നും വേണ്ട, ആൻസർ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ആൻസർ മാത്രം പറഞ്ഞിട്ട് പോവാണ്. 81 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 82 ആൻസർ ഓപ്ഷൻ സി 5 ആണ്. 83 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 15. 84 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 9 ആണ്. 85 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പിന്നെ 86 ഓപ്ഷൻ എ 40 സെക്കൻഡ്. പിന്നെ 87 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 17. പിന്നെ ഓപ്ഷൻ 88 ആൻസർ ഓപ്ഷൻ ഡി 4. ഓപ്ഷൻ ഡി 4 ആണ്. പിന്നെ 89 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 48. 90 ക്യാൻസൽ ആണ്. 91 ക്യാൻസൽ ആണ്. പിന്നെ 92 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 40. 93 ഓപ്ഷൻ സി ആണ് 48,501.2. 94 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 16. ഇനി 95ാമത്തെ ചോദ്യം, ഓപ്ഷൻ എ ആണ്. BE ആണ് വരുന്നത്. 96 ഓപ്ഷൻ ഡി 25. 97 ആൻസർ ഓപ്ഷൻ സി ആണ് 10 ആണ്. 98 ഓപ്ഷൻ ഡി 84. 99 ആൻസർ ഓപ്ഷൻ സി ആണ് 60. 100 ആൻസർ ഓപ്ഷൻ എ ആണ് 3/2 ആണ്.